മണിമുത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിക്കുട്ടിയോടായിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, മണിക്കുട്ടി ചെന്നിട്ട് അന്നത്തെ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് വാ. ഇപ്പോൾ എന്തിനാ അച്ഛാ സ്കൂൾ യൂണിഫോം ഇടുന്നതെന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ, മോളിങ്ങനെ സ്കൂളിൽ പോകാതെ ഇരിക്കുന്നത് ശരിയാവില്ല, വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാലും സ്കൂളിൽ പോകുന്നതിന് തുല്യമാവില്ല. മണിക്കുട്ടിയും കൃഷ്ണനും സംസാരിക്കുന്നത് ജയമോഹിനി കേൾക്കുന്നുണ്ട്. സ്കൂൾ ഇവിടെ അടുത്തല്ലേ, പ്രിൻസിപ്പലിനെ കണ്ട് ഫ്രീ അഡ്മിഷൻ എടുക്കാം. ജയമോഹിനി ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. അല്ല അച്ഛാ, മുത്തു വീണ്ടും പ്രശ്നമുണ്ടാക്കുമോ? എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ അവൾ തീരെ സ്കൂളിലേക്ക് പോകില്ലെന്ന് പറഞ്ഞിരിക്കുകയല്ലേ അവളെന്ന് മണിമുത്ത് കൃഷ്ണയോട് പറയുന്നുണ്ട് കേട്ടോ. മുത്ത് അങ്ങനെ പറഞ്ഞെന്ന് കരുതി മോളെ പഠിത്തം വേണ്ടെന്ന് വെക്കാനൊന്നും പറ്റില്ല. മണിക്കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കാനുള്ള അവകാശമൊന്നും മുത്തിനില്ല. അവൾ എതിർക്കണമെങ്കിൽ എതിർക്കട്ടെ, നമുക്ക് അപ്പം നോക്കാം എന്ന് കൃഷ്ണ മണിക്കുട്ടിയോട് പറയുമ്പോൾ, ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്ന അച്ഛ എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി. മോൾക്ക് പഠിക്കണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ പഠിക്കണം എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി. ഇതൊക്കെ കേൾക്കുന്ന ജയമോഹിനി അടുത്ത കുത്തിത്തിരിപ്പിനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ മോൾ യൂണിഫോം ഇട്ടിട്ട് വാ എന്നും പറഞ്ഞ് മണിക്കുട്ടിയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ. ജയമോഹിനി അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജയമോഹിനി കാവ്യയോട് കൃഷ്ണൻ വീണാൽ വീഴട്ടെ, അതിനു നിനക്കെന്താ, ഓടിച്ചത് താങ്ങി പിടിക്കാൻ വല്ല കാര്യമുണ്ടോ എന്ന് ജയമോഹിനി കാവ്യയോട് ചോദിക്കുമ്പോൾ, വീണിട്ട് എന്തെങ്കിലും അപകടം പറ്റിയാലേ അമ്മേ എന്ന് പറയുന്നുണ്ട് കാവ്യ. അവൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞാൽ അവൻ്റെ പുന്നാര മോളില്ലേ, അവൻ നോക്കിക്കോളും. അവനവൻ്റെ അവസ്ഥ കണ്ടു വേണം അവനവൻ ജീവിക്കാൻ. കണ്ണ് കാണാത്തവൻ അടങ്ങി ഒതുങ്ങിയൊരു മൂലയിലിരിക്കണം, അല്ലെങ്കിൽ മൂക്കിടിച്ചു വീഴന്നിരിക്കും. നീ ചാടി വീണി പിടിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാവ്യയോട് ജയമോഹിനി തട്ടിക്കയറുമ്പോൾ, എനിക്കത് നോക്കി നിൽക്കാൻ പറ്റില്ലമ്മേ, ഇനിയായാലും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കാവ്യ. കാവ്യ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ജയമോഹിനി. തുടർന്ന് കാവ്യ പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ സ്നേഹിച്ചിരുന്ന ആളാ കൃഷ്ണ, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൾ, മോളുടെ അച്ഛൻ. എന്നെ ചതച്ചത് ശരിയാണ്, പക്ഷേ തിരിച്ചു ദ്രോഹിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് കാവ്യ പറയുമ്പോൾ, അവനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്താൻ തയ്യാറായവളാണ് നീ, അത് മറക്കണ്ട എന്ന് പറയുന്നുണ്ട് ജയമോഹിനി കാവ്യയോട്. അന്ന് കൃഷ്ണക്ക് കാഴ്ചയുണ്ടായിരുന്നു, ഇപ്പം ആ കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് മാത്രമാണമ്മേ. നീ കൃഷ്ണയുമായി വീണ്ടും അടുക്കുമെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ജയമോഹിനി കാവ്യയോട് ചോദിക്കുമ്പോൾ, എൻ്റെ മുന്നിൽ കാലിടറി വീഴുമ്പോൾ കൈ കെട്ടി നീക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നേയുള്ളൂ എന്ന് പറയുന്നുണ്ട് കാവ്യ. അതൊരു സഹജീവിയോടുള്ള സഹതാപം മാത്രമായിരിക്കണം, അത് മാത്രമായിരിക്കണം. അവൻ മനഃപൂർവ്വം നിൻ്റെ തൊഴിലേക്ക് മറിഞ്ഞതാണെങ്കിലോ അറിയാൻ പറ്റില്ല എന്ന് ജയമോഹിനി പറയുമ്പോൾ, ഞാനവിടെ ഉണ്ടെന്ന് കൃഷ്ണ എങ്ങനെ അറിയാനാ അമ്മേ, കാണാൻ പറ്റണ്ടേ എന്ന് കാവ്യ പറയുമ്പോൾ, തുടർന്ന് ജയമോഹിനി പറയുന്നു,